നമസ്കാരം. ഞാൻ ഇതേപോലെ ഒരു വീഡിയോ ചെയ്യാനിടയായ സാഹചര്യം മറ്റൊന്നുമല്ല. ഇന്ത്യ ഭരിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദിജി ഭാരതത്തിൽ നടപ്പാക്കിയിട്ടുള്ള ജനോപകാരപ്രദമായ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ ഈ കൊച്ചു കേരളത്തിൽ ഒരു സാധാരണ കുടുംബത്തിൽ ഏത് രീതിയിലാണ് അവൻ്റെ ജീവിത രീതിയുമായി ബന്ധപ്പെട്ട് ഇഴുകിച്ചേർന്ന് കിടക്കുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഭാരതത്തിലുള്ള ഒരാൾ പോലും സ്വന്തമായി ഭവനമില്ലാതെ ഇനി ജീവിക്കാൻ പാടില്ല എന്ന നിശ്ചയദാർഢ്യത്തോടുകൂടി നമ്മുടെ പ്രധാനമന്ത്രി ഭാരതത്തിലുള്ള എല്ലാവർക്കും, അപേക്ഷ നൽകുന്ന എല്ലാവർക്കും ഭവനം നൽകുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി ഭവന പദ്ധതി. അതിന് പ്രകാരം നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ സഹോദരിമാരും അമ്മമാരും സ്വന്തം മക്കളെ മാറോട് ചേർത്ത് പിടിച്ച് സ്വന്തമായി അടച്ചുറപ്പില്ലാത്തൊരു വീട്ടിൽ കഴിയേണ്ട ഒരു ഗതികേട് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറക് വെച്ച് അവർക്ക് നല്ലൊരു അടച്ചുറപ്പുള്ളൊരു വീട്ടിൽ താമസിക്കുവാൻ ഇടയായ സാഹചര്യം ഈ 2018 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി വിഭാവനം ചെയ്ത് ഇപ്പോഴും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ആ പ്രധാനമന്ത്രി ഭവന പദ്ധതിയാണ്. അതിന് പ്രകാരം ആയിരക്കണക്കിന് ഗുണഭോക്താക്കളാണ് കേരളത്തിൽ ഉൾപ്പെടെ നടപ്പാക്കിയിട്ടുള്ളത്. അവിടെ കേരള സംസ്ഥാനത്ത് പ്രധാനമന്ത്രി ഭവന പദ്ധതിയുടെ കൂടെ സംസ്ഥാന ഗവൺമെൻറ് നടപ്പാക്കി എന്ന് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലൈഫ് ഭവന പദ്ധതിയുടെ ചേർന്നാണ് കേരളത്തിൽ നടപ്പാക്കുന്നത്. അതിനെക്കുറിച്ച് വിശദമായി സംസാരിച്ച ആ ഭാഗത്തേക്ക് പോകുന്നില്ല. എങ്കിലും ഒരു ഭാഗത്തേക്ക് നമുക്ക് സംസാരിച്ച് വരാം. അങ്ങനെ ഒരു വീടിന് ഒരു സ്വപ്ന പദ്ധതിയായ വീട് സ്വന്തമായി നിർമ്മിച്ചു നൽകുന്ന പ്രധാനമന്ത്രി ഭവന പദ്ധതി കൊടുക്കുന്ന ആ വീട്ടിൽ തന്നെ സ്വന്തമായി ഒരു ശൗചാലയമില്ല എങ്കിൽ, മറ്റുള്ളവർക്കും ശൗചാലയമില്ല എങ്കിൽ ആ ഒരു വ്യക്തിക്ക് സ്വച്ഛ് ഭാരത് അഭിയാൻ പദ്ധതി പ്രകാരം സൗജന്യമായിട്ടാണ് ഒരു ശൗചാലയം നൽകപ്പെടുന്നത്. അതിന് പ്രകാരം 2.47 ലക്ഷം ഗുണഭോക്താക്കളാണ് കേരളത്തിൽ ശൗചാലയങ്ങൾ അർഹമായി കൈപ്പറ്റിയിട്ടുള്ളത്. അതും നമുക്ക് വിസ്മരിച്ചുകൂടാ. അതേപോലെ തന്നെയാണ് ആ ഒരു വീടിന് കുടിവെള്ളം കിട്ടാൻ സാഹചര്യമില്ലാത്തൊരു സാഹചര്യമാണ് എങ്കിൽ നഗരപ്രദേശങ്ങളിൽ അമൃതം കുടിവെള്ള പദ്ധതി പ്രകാരം ആ വീടിന് സൗജന്യമായി ശ്രീമാൻ നരേന്ദ്രമോദിജി കുടിവെള്ളം എത്തിക്കപ്പെടുന്നു. അതേപോലെ തന്നെ ആ ഒരു വീട് ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിൽ ജൽജീവൻ പദ്ധതി പ്രകാരം ആ വീടിന് സൗജന്യമായിട്ട് കുടിവെള്ളം എത്തിക്കപ്പെടുന്നൊരു പദ്ധതി ഉണ്ടാകുന്നു. നമ്മുടെ വീട്ടിലെ അമ്മമാരും സഹോദരിമാരും ആഹാരം പാചകം ചെയ്യുന്നത് വിറക് വെച്ചുള്ള അടുപ്പിൽ ഊതിയാണ് എങ്കിൽ അതിനൊരു ശാശ്വത പരിഹാരം എന്ന രീതിയിലാണ് ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരം പ്രധാനമന്ത്രി സൗജന്യമായിട്ടാണ് ഗ്യാസ് കണക്ഷൻ നൽകപ്പെടുന്നത്. ആ ഒരു വീട്ടിൽ കുഞ്ഞ് ജനിക്കുന്നതെങ്കിൽ അതൊരു പെൺകുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ വിദ്യാഭ്യാസം മുതൽ വിവാഹം വരെയുള്ള കാലഘട്ടങ്ങൾ ശോഭനമാകുവാൻ, അതിൻ്റെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ നടത്തുവാൻ, അതിൻ്റെ ഒരു വരും തലമുറയ്ക്ക് പോലും നമ്മുടെ നാടിനെ ഒരു സമ്പത്തായിട്ട് ഒരു ഭാരതത്തിൻ്റെ സ്ത്രീകൾക്ക് മുന്നോട്ട് നയിക്കുവാനുള്ള ഒരു പദ്ധതി എന്ന രീതിയിലാണ് സുകന്യ സമൃദ്ധി യോജന നടപ്പാക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് ഭാരതത്തിൽ നടപ്പാക്കിയിട്ടുള്ള ആയുഷ്മാൻ ഭാരത്, ലോകരാജ്യങ്ങൾ പോലും അംഗീകരിച്ചുള്ള ആയുഷ്മാൻ ഭാരത് പദ്ധതി. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ നടപ്പാക്കുന്നതിൽ ഇവിടെ വന്നിട്ടുള്ള കോലാഹലങ്ങളും പ്രതിഷേധങ്ങളും പരിഭവങ്ങളും നമ്മളെല്ലാവരും കണ്ടതാണ്. പക്ഷേ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ഭാരതത്തിലെ ജനങ്ങളുടെ ആരോഗ്യ പരിരക്ഷ, ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നതിന് വേണ്ടി ആയുഷ്മാൻ ഭാരത് പദ്ധതി നടപ്പാക്കിയപ്പോൾ ഇവിടെ നാം അധിവസിക്കുന്ന ഈ കൊച്ചു കേരളത്തിൽ ആയുഷ്മാൻ പദ്ധതി പ്രകാരം 75 ലക്ഷത്തിൽ പരം ആൾക്കാർ അതിൻ്റെ ഗുണഭോക്താക്കളാകണമെന്നുള്ളത് നാം ഒരിക്കലും വിസ്മരിച്ചുകൂടാ. അതാണ് നമ്മുടെ പ്രധാനമന്ത്രി ഭാരതത്തിലെ എല്ലാ ജനങ്ങൾക്കും ആരോഗ്യ പരിരക്ഷ നൽകുന്ന ഒരു പദ്ധതിയായിട്ട് മുന്നോട്ട് വരുന്നു. ഞാൻ ഈ കാലഘട്ടത്തിൽ പോലും, ഈ സമയങ്ങളിൽ പോലും ഓർമ്മിക്കാൻ കഴിയുന്നത്. അതേപോലെ വിവിധങ്ങളായ അസുഖങ്ങളായി നമ്മുടെ വീടുകളിൽ കഴിയുന്ന അച്ഛനും അമ്മയും മറ്റും സഹോദരങ്ങളൊക്കെ മെഡിക്കൽ സ്റ്റോറിൽ പോയി പൈസ കൊടുത്ത്, ഭീമമായ പൈസ കൊടുത്ത് അവർക്കുള്ള മരുന്നുകൾ വാങ്ങിക്കുന്നു എന്ന് മനസ്സിലാക്കിയ മാത്രയിൽ ജൻ ഔഷധി കേന്ദ്രങ്ങളാണ് ഭാരതത്തിൽ തുടങ്ങപ്പെട്ടത്. അങ്ങനെ 10,000 ജൻ ഔഷധി കേന്ദ്രങ്ങൾ ആദ്യം തുടങ്ങുകയും അത് കഴിഞ്ഞ് 25,000 ജൻ ഔഷധി കേന്ദ്രങ്ങൾ തുടങ്ങുന്ന മാത്രയിലാണ് മുന്നോട്ട് നീങ്ങിയത്. അതിന് പ്രകാരം നമ്മുടെ കേരളത്തിൽ 987 ജൻ ഔഷധി കേന്ദ്രങ്ങളാണ് ഈ കൊച്ചു കേരളത്തിൽ നടപ്പാക്കിയിട്ടുള്ളതെന്ന് പറയുമ്പോൾ നമ്മുടെ ഭാരതത്തിലെ നമ്മുടെ പ്രധാനമന്ത്രി ഇവിടുത്തെ ജനങ്ങളുടെ അവനാവശ്യമായ വീട്, അവനാവശ്യമായ ശൗചാലയം, അവനാവശ്യമായ കുടിവെള്ള പദ്ധതി, അവനാവശ്യമായിട്ടുള്ള ഗ്യാസ് കണക്ഷൻ, അതേപോലെ തന്നെ അവിടെ കുഞ്ഞുങ്ങൾ ജനിക്കുകയാണെങ്കിൽ ആ കുഞ്ഞിന് വേണ്ടിയുള്ള നല്ല വിദ്യാഭ്യാസം, നല്ല ഭാവി ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള സുകന്യ സമൃദ്ധി യോജന പദ്ധതി, ആ ഒരു വ്യക്തിക്ക് ആരോഗ്യ പരിരക്ഷ നൽകുന്ന ഇൻഷുറൻസ് പരിരക്ഷയായ ആയുഷ്മാൻ ഭാരത് പദ്ധതി, ആ ഒരു വീട്ടിൽ ഒരു കുടുംബം നടപ്പാക്കുന്നത് അച്ഛൻ അല്ലെങ്കിൽ അമ്മ അവിടുത്തെ കർഷകനാണെങ്കിൽ അവർക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് നീങ്ങുവാൻ ഒരു വർഷം 6,000 രൂപയാണ്
കിസാൻ സമ്മർദ്ദ നിധി പ്രകാരം ആ വീട്ടിലേക്ക് നൽകപ്പെടുന്നത്. ആ വീട്ടിലെ യുവാക്കളും യുവതികളും ഉണ്ടെങ്കിൽ അവർക്ക് സ്വന്തമായി സ്വന്തം കാലിൽ നിന്ന് അവർക്ക് സമൂഹത്തിൽ മറ്റുള്ള മുമ്പിൽ കൈനീട്ടാതെ തന്നെ സ്വന്തമായി അധ്വാനിച്ച് സ്വന്തമായി ഒരു തൊഴിൽ കണ്ടുപിടിച്ച് മുന്നോട്ട് നീങ്ങുവാൻ അവർ പ്രാപ്തമാണെങ്കിൽ അവർക്ക് PM മുദ്ര പദ്ധതി പ്രകാരം ഈടില്ലാതാണ് ബാങ്കിൽ നിന്ന് ലോൺ നൽകപ്പെടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ പ്രധാനമന്ത്രി ഒരു രാജ്യത്തിൻ്റെ ഒരു കുടുംബത്തിൻ്റെ എത്ര തലങ്ങളിലാണ് നമ്മളെ സംരക്ഷിച്ച് മുന്നോട്ട് നീങ്ങുന്നതല്ല. അതേപോലെ തന്നെ ആ ഒരു കുടുംബത്തിനായിക്കോട്ടെ ആർക്കും ആയിക്കോട്ടെ ഗ്രാമപഞ്ചായത്ത് തലങ്ങളിൽ നല്ല ഒരു സഞ്ചാരയോഗ്യമായ റോഡില്ല എങ്കിൽ ആ ഒരു റോഡ് നിർമ്മിക്കുന്നതിന് വേണ്ടി PMGSY പദ്ധതി പ്രകാരം നല്ല 6 മീറ്റർ നീളമുള്ള വീതിയുള്ള നല്ല റോഡ് നിർമ്മിക്കാൻ നമ്മുടെ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് വളരെ ചാരിതാർത്ഥ്യയുടെ അഭിമാനത്തോടെ നമ്മൾ പറയാൻ കഴിയുന്ന കാര്യം. അതേപോലെ തന്നെ ലോകരാജ്യങ്ങളിൽ മൊത്തം കോവിഡ് മഹാമാരി പടർന്നു പന്തലിച്ച മാത്രയിൽ ഭാരതത്തിലുള്ള ഒരു ആൾ പോലും ഒരു കുടുംബം പോലും ഭക്ഷണമില്ലാതെ കഴിയരുത് എന്ന് മനസ്സിലാക്കിയതിൻ്റെ മാത്രയിലാണ് നമ്മുടെ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങൾക്ക് മാതൃകയാകുന്ന രീതിയിൽ എല്ലാവർക്കും സൗജന്യമായിട്ട് ഭക്ഷ്യധാന്യം വിതരണം ചെയ്യുന്ന പദ്ധതി അന്നും ഇന്നും നടന്നു മുന്നോട്ട് വന്നിരിക്കുകയാണ്. അതേപോലെ തന്നെ ഭാരതത്തിലെ എല്ലാ ജനങ്ങൾക്കും സൗജന്യമായിട്ടാണ് കോവിഡ് വാക്സിൻ കണ്ടു നൽകി എല്ലാവർക്കും നൽകപ്പെട്ടെന്നുള്ള ആ ഒരു പരമമായ സത്യം. ആ കോവിഡ് വാക്സിൻ നമ്മുടെ ശരീരത്തിൻ്റെ നമ്മുടെ ജീവന് പരിരക്ഷയായി ഇന്നും നിലനിൽക്കുന്നു പറയുമ്പോൾ അതാണ് നരേന്ദ്രമോദി എന്ന് പറഞ്ഞ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ യശസ് എത്ര നേരം നമുക്ക് ഉയർത്തി പറയാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി എത്ര കണ്ടാണ് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ പരിരക്ഷയായി മുന്നോട്ട് നീങ്ങിയെന്ന് നമുക്ക് ഈ ഒരു സമയത്തിൽ വിസ്മരിച്ചുകൂടാ. അതേപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതികൾ, അംഗനവാടി ജോലി ചെയ്യുന്ന ആൾക്കാർ, അതിൽ ആശാപ്രവർത്തകർക്ക് കാലാകാലങ്ങൾക്ക് അനുസൃതമായിട്ടാണ് അവർക്കുള്ള വേതനങ്ങൾ കൂട്ടിക്കൂട്ടി നൽകപ്പെടുന്നത്. അതേപോലെ ജൻധൻ അക്കൗണ്ട്, അതേപോലെ ജൽജീവൻ ഭീമാ യോജന, അടൽ പെൻഷൻ യോജന, അതേപോലെ തന്നെ പ്രധാനമന്ത്രി സുരക്ഷാ ഭീമാ യോജന, ഇങ്ങനെയുള്ള പദ്ധതികളൊക്കെ എത്ര പദ്ധതികളാണ് നടപ്പാക്കിയിട്ടുള്ളത്. അതേപോലെ ജൻധൻ അക്കൗണ്ട് വഴി സീറോ ബാലൻസ് അക്കൗണ്ടാണ്. അക്കൗണ്ടിൽ കൂടി കോവിഡ് മാത്രയിൽ അവർക്ക് സൗജന്യമായിട്ടാണ്, ഫ്രീ ആയിട്ടാണ് അവർക്ക് അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തിക്ക് അവന് വീട്, അവന് ശൗചാലയം, അവന് കുടിവെള്ള പദ്ധതി, അവന് ഗ്യാസ് കണക്ഷൻ, അവന് ആരോഗ്യ പരിരക്ഷ, കിസാൻ സമ്മർദ്ദ നിധി, അതേപോലെ PM മുദ്ര യോജന, PMGSY നല്ല റോഡുകൾ, ഇതൊക്കെ നൽകിയിട്ടുള്ള ഒരു പ്രധാനമന്ത്രി അത് നരേന്ദ്രനാണ്. ആ നരേന്ദ്ര ദാമോദർ മോദിയാണ്. ആ നരേന്ദ്ര ദാമോദർ മോദിയുടെ കരങ്ങൾക്ക് ശക്തി പകരുവാൻ ഭാരതത്തിലുള്ള കേരളത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും ബാധ്യസ്ഥരാണ്. നമ്മളെ സംരക്ഷിച്ച ഒരു തലങ്ങളിൽ അല്ലെങ്കിൽ മറ്റൊരു തലങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ നമുക്ക് നല്ല നല്ല പദ്ധതികൾ നമ്മളെ സംരക്ഷിച്ചിട്ടുള്ള നമ്മുടെ പ്രധാനമന്ത്രിയെ വീണ്ടും അധികാരത്തിലെത്തുക എന്നുള്ളത് ഭാരതത്തിലുള്ള കേരളത്തിലുള്ള ഓരോ പൗരൻ്റെയും കടമയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ 26-ാം തീയതി നടക്കുന്ന ഇലക്ഷനിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക. പത്തനംതിട്ടയിൽ നിന്നും മത്സരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി എംപിയുടെ സ്ഥാനാർത്ഥി ശ്രീമാൻ അനിൽ ആന്റണിക്ക് നിങ്ങളുടെ മനസാക്ഷിയുടെ അംഗീകാരം താമര ചിഹ്നത്തിൽ നൽകി വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.